എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയമാണ് നേടിയത്. മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇംഗ്ലണ്ട് പോലുള്ള ശക്തമായ ഒരു ടീമിനെതിരെ ഒരു പരമ്പര വിജയത്തോടെ ആരംഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വിജയം അത് ടീമിന്റെ കൂട്ടായ പരിശ്രമത്തിലൂടെയായിരുന്നു. ഇന്നത്തെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പ്രത്യേകിച്ചും സഞ്ജു സാംസന്റെ പ്രകടനം. ഇന്ന് അദ്ദേഹം ബാറ്റ് ചെയ്ത രീതി അതിശയകരമായിരുന്നു. ബാറ്റ് ചെയ്യാൻ എളുപ്പമല്ലാത്ത ഒരു പിച്ചിൽ സഞ്ജു മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. സഞ്ജുവിന്റെ ഓപ്പണിംഗ് ബാറ്റിംഗ് ഞങ്ങളുടെ വിജയത്തിലെ ഒരു പ്രധാന ഘടകമായിരുന്നു. ടീമിനായി അദ്ദേഹം എങ്ങനെ കളിച്ചു എന്നതാണ് എനിക്ക് ശ്രദ്ധേയമായത്. പാർട്ട്ണർഷിപ്പുകൾ കെട്ടിപ്പടുക്കുകയും ആവശ്യമുള്ളപ്പോൾ കണക്കുകൂട്ടിയ റിസ്ക് എടുക്കുകയും ചെയ്തു. ഉയർന്ന സമ്മർദ്ദമുള്ള ഗെയിമുകളിൽ ഇതുപോലുള്ള പ്രകടനങ്ങളാണ് കളിയെ മാറ്റിമറിക്കുന്നത്. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇന്ന് സഹായിച്ചതിന്റെ ഒരു വലിയ ഭാഗം അത് സഞ്ജുവിന്റെ അടുത്തു നിന്നാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചതിന് ഞങ്ങളുടെ ബൌളർമാരും വളരെയധികം അംഗീകാരം അർഹിക്കുന്നു. എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം മികച്ച രീതിയിൽ തന്നെ ചെയ്തു. ഫീൽഡിംഗും മികച്ചതായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കാണുന്നത് എപ്പോഴും സന്തോഷകരമാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഇത് ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങൾക്ക് മുന്നിലുള്ളത് ഒരു നീണ്ട പരമ്പരയാണ്. ഇംഗ്ലണ്ട് കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞങ്ങൾ ഈ വിജയം ആസ്വദിക്കും, പോസിറ്റീവുകൾ സ്വീകരിക്കും, ഇതേ വാശിയോടുകൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യും എന്ന് സൂര്യ വ്യക്തമാക്കി. ഇന്ത്യ ഇന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും അവരുടെ ബൌളിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. വരുന്ന മത്സരങ്ങളിലും ഇതേപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഇന്ത്യക്ക് അനായാസം ഈ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.